ഞാനിപ്പോൾ ഒരു ഇരുട്ട് റൂമിലാണ്. സ്വർണ്ണക്കടത്തിന് മലയാളി യുവാവ് പിടിയിൽ. സ്വർണ്ണവില കുതിച്ചുയരുന്ന ഈ സാഹചര്യത്തിൽ സ്വർണ്ണക്കടത്ത് എന്തൊക്കെയായിരുന്നു ഷോ രണ്ടിന്റെ? ചെറിയ കേസൊന്നുമല്ല, സ്വർണ്ണക്കടത്താണ്. ഇത് വീട് പെടണമല്ലോ. ചേട്ടാ ഡോണാകാൻ പോയതൊന്നുമല്ല. വീട്ടിൽ ബുദ്ധിമുട്ട് വന്നപ്പോൾ ജീവൻ പണയം വെച്ച് പോയതാണ്. പിന്നെ സമരത്തിന് പോയിട്ടുള്ള ആന്തരിക സമരത്തിന് പോയതൊന്നുമല്ല, പക്ഷെ അതിന്റെ ഗുണം ഈ റൂമുള്ള എല്ലാവർക്കും കിട്ടിയിട്ടുണ്ട്. 2 കൊല്ലം മുമ്പേ മകളുടെ കല്യാണത്തിന് പൈസ കൂടണമെന്ന് ഓർമ്മയുണ്ടോ? അപ്പോൾ പൈസ തരാൻ അവനെ ഉണ്ടായിരുന്നു. തിരിച്ചു കൊടുത്തു, അത് ശരിയാ. പക്ഷെ ആ സമയത്ത് ആ പൈസ കിട്ടിയില്ലായിരുന്നെങ്കിലോ നിങ്ങളുടെ മകളും നിങ്ങളും ഒക്കെ ഇപ്പോൾ ജീവനോടെ കാണുമായിരുന്നു. എനിക്ക് ആരോടും കടപ്പാടില്ല. നിങ്ങൾക്ക് കടപ്പാടൊന്നുമില്ല, പക്ഷെ എനിക്ക് കടപ്പാടുണ്ട്. 2-3 മാസം ഇവിടെ പണിയില്ലാതെ കുത്തിയിരുന്നപ്പോഴേ അവനെ ഉണ്ടായിരുന്നുള്ളൂ. ഒരു ചായ വേണമെന്ന് എനിക്ക് ഇവിടെ ഒരുത്തനുണ്ടായിരുന്നു. എന്നാണത് അവനെ ഇറക്കാനുള്ള കാര്യങ്ങൾ ഞാൻ നോക്കാൻ പോവാണ്. വരേണ്ടവർക്ക് കൂടെ നിൽക്കാം. ഒരു മൊബൈൽ തന്നതാ. ലീഗൽ അഡ്രസ് തന്നെ അറേഞ്ച് ചെയ്യാൻ പറഞ്ഞു. ഞാനിപ്പോൾ ഒരു ഇരുട്ട് റൂമിലാണ്. എനിക്കൊരു തിരിച്ചു വരവുണ്ടാകുമെന്ന് എനിക്കറിയില്ല. നിങ്ങളെയൊക്കെ കാണാൻ കൊതിയാവുന്ന അളിയന്മാരെ. കാര്യം അറിയുന്നു, ജീവിതത്തിലെ ഏറ്റവും വലിയ ലക്ഷറി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കാറ്റും വെളിച്ചമൊക്കെയുള്ള ചുറ്റുപാടും നിങ്ങളുമൊക്കെ ആയിട്ടുള്ള ആ ജീവിതം തന്നെയാണ്. വേറെ ഒന്നും നിലനിൽക്കത്തില്ല അളിയന്മാരെ. എൻ്റെ അമ്മയെടുത്തു, ഭാര്യയെടുത്തും കൊച്ചിൻ്റെ അടുത്ത് വന്നു. ഇതൊന്നും അറിയിക്കല്ലേ അളിയാ. കേട്ടോ, നിങ്ങളതെല്ലാം മാനേജ് ചെയ്യണം. വിഷമിക്കരുത് കേട്ടാ. തിരിച്ചു വരാൻ നോക്കളിയാ. ജൽദി ശരിയാണ്, സമയമായി. കൊടുക്കട്ടെ.